മറ്റൊരു വാർത്തയിലേക്ക് CPM-CPI സംഘർഷവും പാർട്ടി മാറ്റവും പതിവായ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ AIYF മുൻ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ CPM-ലേക്ക് വരികയാണ്. വെഞ്ഞാറമൂട് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് തർക്കങ്ങളാണ് വീണ്ടും പാർട്ടി മാറ്റത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. CPM പ്രാദേശിക പ്രവർത്തകരുടെ എതിർപ്പ് മറികടന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നീക്കമെന്നും ആരോപണമുണ്ട്. ഇതിനെതിരെ ഒരു വിഭാഗം CPM പ്രവർത്തകർ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കത്തയച്ചിട്ടുമുണ്ട്. സംസ്ഥാനത്ത് ഒരിടത്തുമില്ലാത്ത തരത്തിൽ CPM-CPI തർക്കം നിലനിൽക്കുന്ന പ്രദേശമാണ് വെഞ്ഞാറമൂട്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പോലും CPM-CPIയും പലതവണ പരസ്പരം മത്സരിച്ച പ്രദേശം. ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയും നിരവധി രാഷ്ട്രീയ സംഘടനകളാണ് വെഞ്ഞാറമൂട്ടിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിലുണ്ടായിട്ടുള്ളത്. കൊലപാതക ശ്രമത്തിനും വീടുകയറി ആക്രമണത്തിനും പാർട്ടി ഓഫീസ് അടിച്ചു തകർത്തതിനും നിരവധി കേസുകൾ ഇരു പാർട്ടികളിലെയും പ്രവർത്തകർക്കെതിരെയുണ്ട്. ഈ കേസുകൾ നിലനിൽക്കെ തന്നെയാണ് CPM-ന്റെ ജില്ലാ നേതൃത്വം ഇടപെട്ട് പാർട്ടി വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരുന്നത്. ശക്തമായ അമർഷം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ അടക്കം ഉയർന്നിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് വരെ AIYF-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായിരുന്ന RS ജയൻ പാർട്ടി മാറി പഴയ തട്ടകത്തിലേക്ക് തിരിച്ചുവരികയാണ്. വെഞ്ഞാറമൂട് മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന D സുനിലാണ് പാർട്ടി വിടുന്ന മറ്റൊരു പ്രമുഖൻ. CPM-ന്റെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന സുനിൽ CPI-യിൽ ആയിരിക്കെ CPM നേതാക്കൾക്കും മുരളി MLA-ക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ആളാണ്. ഇയാളെ ഒരു കാരണവശാലും പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരരുതെന്ന് സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ CPM പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. ഇയാൾക്കെതിരെ പല കാലങ്ങളിലായി ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് പരാതി. പാർട്ടി നടപടിയെടുത്തവരെ CPM സ്വീകരിക്കുന്നതിൽ CPI നേതൃത്വത്തിനും എതിർപ്പുണ്ട്. ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ബാങ്കിനെതിരായി അല്ലെങ്കിൽ LDF നേതൃത്വം കൊടുക്കുന്ന ബാങ്കിനെതിരായി അതിനകത്തുള്ളവർക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുറത്തേക്ക് പോകല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. CPI ശാന്തമായൊരു പാർട്ടിയാണ്. ബഹളങ്ങളും അധികാരത്തിൻ്റെ ഒരു തിമിർപ്പൊന്നുള്ള ഒരു പാർട്ടിയല്ല. അതിനൊരു ശാന്ത സ്വഭാവമുണ്ട്. സുനിലിനെ പോലെ ഒരാളിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അതാണ് സുനിൽ ഇപ്പോൾ ജയനോടൊപ്പം ചേർന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചത്. അവരെടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. അവരെടുക്കില്ല എന്നാണ് എന്നോട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സഖാക്കളൊക്കെ പറഞ്ഞു. കാര്യം അത്രയേറെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാണ് സുനിൽ പുറത്തേക്ക് വന്നത്. പ്രതിഷേധങ്ങൾ അവഗണിച്ച് CPI-യിൽ നിന്ന് വിട്ടുവരുന്നവരെ സ്വീകരിക്കാൻ സമ്മേളനം വിളിച്ചിരിക്കുകയാണ് CPM. വെള്ളിയാഴ്ച വെഞ്ഞാറമൂട്ടിലാണ് സമ്മേളനം. ന്യൂസ് 18 തിരുവനന്തപുരം.